ഷഹാദത്ത് കലിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ രണ്ടാം ഖുത്ബയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഷഹാദത്ത് കലിമയെ വിശദീകരിച്ചപ്പോൾ മനസ്സിലാക്കി അവസാനം വിശദീകരിച്ചത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവർ അഹ്ലുസുന്ന. ആ പ്രവാചക തിരുമേനിയുടെ ജീവിതം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കിയ റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബികൾ, ആ സഹാബികളെ പിന്തുടർന്ന താബികൾ, അവരെ പിന്തുടർന്ന് ജീവിച്ച തബഉ താബികൾ, അങ്ങനെ ആദ്യത്തെ 3 തലമുറയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും ആ ജമാഅത്തിനെ, ആ സംഘത്തെ പിന്തുടർന്ന് പോരുന്ന ആളുകൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. ഇസ്ലാമിക ആദർശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള 23 കൊല്ലക്കാലം കൊണ്ട് ഈ സമൂഹത്തിന്, തന്റെ മുമ്പിലുള്ള സമൂഹത്തിന് പഠിപ്പിച്ചു. അല്ലെങ്കിൽ ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് വളരെ കൃത്യമായി 23 കൊല്ലക്കാലം കൊണ്ട് വിശ്വാസ ആചാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രബോധനം ആരംഭിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ റസൂലുള്ളാഹിയുടെ ആദർശത്തെ, ആശയങ്ങളെ, ഇസ്ലാമിനെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ എതിരാളികൾ ആരംഭിച്ചിരുന്നു. നമുക്കറിയാം, ആദ്യം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പരിഹസിച്ചു. കവിയാണ്, കവിതയാണ്, മാരണക്കാരനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. അങ്ങനെ പരിഹസിച്ചിട്ടൊന്നും ഇത് കേവലം കവിതയല്ല എന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് ഇസ്ലാമിലേക്ക്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുമ്പോ, അപ്പൊ ഈ പരിഹാസം കൊണ്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോ പിന്നെ പീഡനങ്ങൾ ഏൽപ്പിക്കുന്നു, ഒരുപാട് ഉപദ്രവിക്കുന്നു. വിശ്വാസികളെയും റസൂലിനെയും കൂടെ ജീവിച്ച ആളുകളെയൊക്കെ വിശ്വാസികളെ ഉപദ്രവിക്കുന്നു. അങ്ങനെ ആ ഉപദ്രവം കൊണ്ടും ഇവര് ഈ ആദർശം വിട്ടൊഴിയുന്നില്ല, ഒഴിവാക്കുന്നില്ല. ഇതിന്റെ ആളുകൾ എണ്ണസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുമ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനടക്കം പ്ലാൻ ഇടുന്നു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മദീനയിലേക്ക് പോകേണ്ടി വരുന്നു. അവിടെ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും യുദ്ധം ചെയ്തുകൊണ്ട് ഒന്നിച്ച് കൊന്നു തീർത്തുകൊണ്ട് ഇല്ലാതെയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അള്ളാഹു വിജയിപ്പിക്കണം, ലോകത്ത് നിലനിർത്തണം, ലോകത്ത് പ്രചരിപ്പിക്കണം എന്ന് തീരുമാനിച്ച ഒരു ആദർശത്തെ പരിഹസിച്ചുകൊണ്ടോ ഉപദ്രവിച്ചുകൊണ്ടോ കൊന്നു തീർത്തുകൊണ്ടോ ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്ന് എതിരാളികൾ തിരിച്ചറിയുന്നു. അങ്ങനെ ഇസ്ലാം നാൾക്ക് നാൾ പ്രചരിക്കുകയല്ലാതെ ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമാകുമ്പോഴേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങൾ മുതൽ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ വരെ വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യം രൂപപ്പെടുന്നു. അപ്പം 1-ാം തീയതി തന്നെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ആളുകൾക്ക് ആദർശം കൊണ്ടോ ആയുധം കൊണ്ടോ അതിനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചതാണ് അവർ കാണുന്നത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോ ഇതിന്റെ എതിരാളികൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു മാർഗം അതിനുള്ളിൽ കയറി കൂടുക, എന്നിട്ട് നശിപ്പിക്കുക എന്നതാണ്. അങ്ങനെയാണ് യമൻകാരനായ അബ്ദുല്ലാഹിബ്നു സബ എന്ന പേരുള്ള ഒരു ജൂതൻ മുസ്ലിം ആവുകയും
മുസ്ലിം നാമം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ കയറി കൂടിക്കൊണ്ട് അയാൾ യമനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോവുകയാണ്. ഇസ്ലാമിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈജിപ്ത്. അന്ന് ഇസ്ലാമിക നേതാക്കന്മാരൊക്കെ നിലനിൽക്കുന്ന ആ പ്രദേശത്ത് അവര് മുസ്ലിമീങ്ങൾക്കിടയിൽ ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിലേക്ക് പോവുകയാണ് ഈ അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറഞ്ഞ മനുഷ്യൻ. അവിടെ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള പുതിയ മുസ്ലിമീങ്ങളാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ആഫ്രിക്ക വരെയുള്ള, തുണീഷ്യ വരെയുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഈജിപ്ത്, തുണീഷ്യ പോലുള്ള രാജ്യങ്ങള്, വടക്ക് സിറിയ പോലെയുള്ള രാജ്യങ്ങള്, അവിടെയൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയ മുസ്ലിമീങ്ങളാണ്. അവർക്കിടയിൽ ഇയാൾ പ്രവർത്തിച്ചത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അഹ്ലു ബൈത്ത്, പ്രവാചക തിരുമേനിയുടെ കുടുംബക്കാർ, അവരിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, ഈ അലി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്, നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്. ആ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫയാവേണ്ടിയിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടരും അധികാരം, ഖിലാഫത്ത് തട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ അബ്ദുല്ലാഹിബ്നു സബ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ വേർതിരിച്ചെടുക്കുകയും അങ്ങനെ അവര് ഷിയഅത്തു അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷി, അലി റളിയല്ലാഹു അൻഹുവിന്റെ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുകയും അങ്ങനെ ഇസ്ലാമിലെ ഒന്നാമത്തെ അവാന്തര വിഭാഗം ഉടലെടുക്കുകയും ചെയ്യാം. അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാമിക സമൂഹം ഒരൊറ്റ സമൂഹമാണ്. ഷിയഅത്തു അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷി എന്ന പേരിൽ അബ്ദുല്ലാഹിബ്നു സബയുടെ നേതൃത്വത്തിൽ രംഗപ്രവേശം ചെയ്ത ആ വിഭാഗമാണ് ഷിയാക്കൾ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ വിഭാഗം. ഷിയഅത്ത് എന്നാണ് അറബിയിൽ. ഷിയഅത്ത് എന്ന് പറഞ്ഞാൽ കക്ഷി, പാർട്ടി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഷിയഅത്തു അലിയിൻ, അലി റളിയല്ലാഹു അൻഹുവിനെ പിന്തുണയ്ക്കുന്ന പാർട്ടി എന്ന പേരിലാണ് ആദ്യം അത് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അത് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഒരു വിഭാഗം ഷിയഅത്തു അലി എന്ന പേരിൽ അറിയപ്പെട്ടപ്പോ യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നതല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന രൂപത്തിലുള്ള പ്രസ്ഥാനം, ഇപ്പൊ ഒരുപാട് പ്രസിഡന്റ്, മറ്റൊരാൾ സെക്രട്ടറി, ഖജാൻജി, ഇങ്ങനെയൊക്കെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇങ്ങനെയൊക്കെ ഈ രൂപത്തിലൊരു വിഭാഗമായിട്ട് ഒരു പ്രസിഡന്റ് സെക്രട്ടറിയോടും രംഗത്ത് വന്നതല്ല. അഹ്ലുസുന്ന ഒരു വിഭാഗം ഷിയഅത്തു അലി എന്ന പേരിൽ അറിയപ്പെട്ടപ്പോ മറുവിഭാഗത്തെ അഹ്ലുസുന്ന, റസൂലുള്ളാഹിയുടെ സുന്നത്തിന്റെ ആളുകൾ എന്ന പേരിൽ അറിയപ്പെട്ടതാണ്. അല്ലാതെ അതിന്റെ നേതാവ് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലപ്പുറം ഒരു പ്രസ്ഥാനം ഇസ്ലാമിക സമൂഹത്തിൽ രൂപപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഇന്ന് കാണുന്ന ഓരോന്നിനും ഓരോ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഘടന രൂപപ്പെട്ടതല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന്. ഒരു കൂട്ടർ ഷിയഅത്തു അലി എന്നറിയപ്പെട്ടപ്പോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും യഥാർത്ഥ വിശ്വാസാചാരങ്ങൾ വെച്ച് പുലർത്തുന്ന വിഭാഗം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു എന്നത് മാത്രമാണ്. അതല്ലാതെ അതൊരു പ്രസ്ഥാനമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും ലോകാടിസ്ഥാനത്തിൽ ഇന്ന് ഇസ്ലാമിൽ പ്രധാനമായും രണ്ട് വിഭാഗമാണുള്ളത്. മുഹമ്മദ് നബി തിരുമേനിയുടെയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയോ കാലഘട്ടത്തിൽ ഒന്നും ഇസ്ലാമിൽ ഒരു അവാന്തര വിഭാഗമോ ഗ്രൂപ്പുകളോ ഇല്ല. ഒരൊറ്റ ആദർശ പ്രസ്ഥാനമാണ്, അത് ഇസ്ലാമാണ്. അതല്ലാതെ മറ്റൊരു വിഭാഗമില്ല. ഷിയഅത്തു അലി വന്നപ്പോ മറുവിഭാഗം അഹ്ലുസുന്ന വൽ ജമാഅ, അതിൽ ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് സുന്നി എന്നും പറയുന്നു. സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തെടുക്കുന്നവൻ എന്നാണ് സുന്നി. അപ്പം ലോകാടിസ്ഥാനത്തിൽ ഇന്ന് പ്രധാനമായും മുസ്ലിമീങ്ങൾക്കിടയിൽ രണ്ട് വിഭാഗമാണ്. ഒന്ന് അഹ്ലുസുന്നത്തി സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅയും അതുപോലെ തന്നെ ഷിയഅത്തു അലി, ഷിയാക്കൾ എന്ന വിഭാഗവും. അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗമാണ് മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിൽ രണ്ട് വിഭാഗമായിട്ടുള്ളത്. പിന്നീട് അതിനുള്ളിലുള്ള കുറെ അവാന്തര വിഭാഗങ്ങളാണ്. ഷിയഅത്തു അലിയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിലും പിന്നീട് ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലത്ത് തന്നെ കേരളത്തിൽ ഉടനീളം ഇസ്ലാം പ്രചരിച്ചിരുന്നു എന്നതിന് ചരിത്രപരമായ രേഖകളില്ല. മാലിക് ഇബ്നു ദിനാർ എന്ന ഒരു സഹാബി കേരളത്തിൽ വന്നിരുന്നു, കൊടുങ്ങല്ലൂർ വന്നിരുന്നു. അത് സഹാബിയാണോ അല്ലെ താബികളിൽപ്പെട്ട ആളാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സഹാബികളുടെ കൂട്ടത്തിൽ മാലിക് ഇബ്നു ദിനാർ എന്ന
ഒരു ആള് അറിയപ്പെട്ടതായിട്ട് കാണുന്നില്ല ചരിത്രത്തിൽ. അതുകൊണ്ട് അത് താബികളുടെ കാലത്താണ് എന്ന അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ആ മാലിക് ബിൻ ദിനാറിൽ നിന്നാണ് കേരളത്തിലുടനീളം ഇസ്ലാം പ്രചരിച്ചത് എന്നതിന് ചരിത്രപരമായ രേഖകളില്ല. മാലിക് ബിൻ ദിനാർ കൊടുങ്ങല്ലൂർ വന്നിരുന്നു എന്നതിനും അവിടെ പള്ളി നിർമ്മിച്ചിരുന്നു എന്നതിനും രേഖകളുണ്ട്. പക്ഷേ അത് സഹാബി ആയിരുന്നു എന്നതിനോ സഹാബത്തിന്റെ കാലത്ത് തന്നെ കേരളത്തിലുടനീളം ഇസ്ലാം പ്രചരിച്ചിരുന്നു എന്നതിനോ തെളിവുകളില്ല. എന്ന് മാത്രമല്ല, കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഷിയായിസത്തിന്റെ സ്വാധീനവും ഇറാനിന്റെ പേർഷ്യ എന്ന ആയിരുന്നു പഴയ കാലത്ത് ഇന്നത്തെ ഇറാൻ അറിയപ്പെട്ടിരുന്നു. ആ പേർഷ്യയുടെ സ്വാധീനം കേരള മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി ഉണ്ടായിരുന്നു എന്നതും കൊണ്ടോട്ടിയിലുള്ള തങ്ങന്മാരൊക്കെ പേർഷ്യയിൽ നിന്ന് വന്നവരായിരുന്നു എന്നും ഈ മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ ഷിയായിസത്തിന്റെ സ്വാധീനം വളരെ വ്യാപകമായി ഉണ്ടായിരുന്നു എന്നും ചരിത്രപരമായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പം കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്ക് എന്ന വാക്ക് പേർഷ്യൻ വാക്കാണ്. അതുപോലെ തന്നെ നഗാരം എന്ന വാക്ക് പേർഷ്യൻ വാക്കാണ്. സ്രാമ്പ്യ എന്ന വാക്ക് പേർഷ്യൻ വാക്കാണ്, പേർഷ്യൻ ഭാഷയിലുള്ള വാക്കാണ്. അപ്പം പേർഷ്യയുടെ സ്വാധീനം, ഇറാനിന്റെ സ്വാധീനം വളരെ വ്യാപകമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് കൃത്യമായി കേരളീയ സമൂഹത്തെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു 100 വർഷത്തിനപ്പുറം അല്ലെ ഒരു 50 വർഷത്തിനപ്പുറം കേരള മുസ്ലിങ്ങളുടെ ചരിത്രം അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വരുന്നതിന് മുമ്പേ കേരളത്തിന്റെ മുസ്ലിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഖുർആന്, സുന്നത്ത് ഈ പദങ്ങളൊന്നും അറിയുക പോലും ഉണ്ടായിരുന്നില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു പച്ചപ്പട്ടിൽ പൊതിഞ്ഞ് ഒരു ബർക്കത്തെടുക്കാനുള്ള, വീട്ടിൽ ബർക്കത്തെടുക്കാനുള്ള, മരണപ്പെട്ടാൽ ഓതാനുള്ള ഒരു സാധനം എന്നതിലപ്പുറം ഇസ്ലാമിക പ്രമാണങ്ങൾ ഖുർആനാണ്. സുന്നത്ത് എന്നൊരു വാക്ക് പോലും പ്രവാചക ചര്യ എന്ന അർത്ഥത്തിൽ ഈ കേരളീയ സമൂഹത്തെ അറിയുമായിരുന്നില്ല. സുന്നത്ത് എന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾ പ്രയോഗിച്ചിരുന്നത് ഈ ചേലാകർമ്മത്തിനാണ് സുന്നത്ത് എന്ന വാക്ക് പ്രയോഗിച്ചിരുന്നത്. അതിലപ്പുറം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ എന്ന് കേരളീയ സമൂഹം സുന്നത്തിന് അതാണ് അതിന്റെ ശരിയായ അർത്ഥം എന്ന് മനസ്സിലാക്കിയത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വന്ന ശേഷമാണ്. അപ്പം നമ്മൾ കേരളീയ മുസ്ലിം സമൂഹത്തില് വിശ്വാസ ആചാരങ്ങളില്, അനുഷ്ഠാനങ്ങളിലൊക്കെയും കാണുന്നത് കൃത്യമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ശരിയായിരുന്നില്ല. നേരെ മറിച്ച് അവരുടെ വിശ്വാസങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഇവിടുത്തെ വിശ്വാസങ്ങള് പ്രേതം, റൂഹാനി, അതുപോലെ തന്നെ ഒടിയന്, കുട്ടിച്ചാത്തന്, ഇങ്ങനെ തുടങ്ങി കുറെ വിശ്വാസങ്ങള്. അതിന് പ്രതിവിധിയായിട്ട് ഹോമം, ജപം, മുട്ടറുക്കല്, മാറ്റല് കഴിക്കൽ, ബാധ ഒഴിപ്പിക്കൽ, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ദീൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഖുർആൻ അനുസരിച്ച്, സുന്നത്തനുസരിച്ച്, കൃത്യമായ തൗഹീദ് അനുസരിച്ച് ജീവിക്കേണ്ടുന്ന ഒരു സമൂഹം ഇത്തരത്തിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഇപ്പൊ നമുക്ക് സമൂഹത്തില് പകർച്ചവ്യാധികൾ ഉണ്ടായാല് അതൊക്കെ ഏതെങ്കിലും ബാധകളുടെ കാരണമായിട്ടാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ ആരാധനാ കാര്യങ്ങൾ, ഇപ്പൊ കൃത്യമായി 5 നേരം നിസ്കരിക്കുക, റമദാനിൽ നോമ്പനുഷ്ഠിക്കുക, ഹജ്ജ് ചെയ്യുക, ഇതൊക്കെ മുസ്ലിമുകൾ വ്യക്തികളിൽ വ്യാപകമാകുന്നതിന് പകരം ഇവിടെ സമൂഹത്തിൽ നിലനിന്നിരുന്നത് കുറെ മാലകളും മൗലിദുകളും റാത്തീബുകളും ഒക്കെ ആയിരുന്നു. അവിടെ ആരാധനകളുടെ സ്ഥാനത്ത് സമൂഹത്തിൽ ഉണ്ടായിരുന്നത് ഇതാണ്: ഉറൂസ്, നേർച്ച, അതുപോലെ തന്നെ ചന്ദനക്കുടം, ഇത്തരത്തിലുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ഒരു ജനനം മുതൽ മരണം വരെയുള്ള കർമ്മങ്ങളിൽ വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പിന്തുടരുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ജനനത്തിന്റെ സമയത്ത് കുറെ ആചാരങ്ങൾ, ഇപ്പൊ പ്രസവത്തോടനുബന്ധിച്ച് അവിടെ പ്രസവം എളുപ്പമായി കിട്ടാൻ വേണ്ടി നഫീസത്ത് മാലയായിരുന്നു ചൊല്ലിയിരുന്നത് കേരളീയ സമൂഹം. അതുപോലെ തന്നെ മരണത്തിന്റെ സമയത്തുള്ള കുറെ ആചാരങ്ങൾ, അതുപോലെ രോഗം മാറാൻ വേണ്ടി, കടം വീട്ടാൻ വേണ്ടി ബദർമാലയായിരുന്നു സമൂഹം ചൊല്ലിയിരുന്നത്. അതുപോലെ വിപത്തുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി മൊഹീദ്ദീൻ മാലയായിരുന്നു സമൂഹം ചൊല്ലിയിരുന്നത്. അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി മഞ്ഞക്കുളം മാല നേർച്ചയാക്കിയിരുന്നു, അത് ചൊല്ലിയിരുന്നു ഈ സമൂഹം. ഇങ്ങനെ കുറെ മാലകള്, മൗലിദുകള്, റാത്തീബുകള്, ഇത്തരത്തിലുള്ള കുറെ ഉറൂസുകൾ, ഉത്സവങ്ങൾ അല്ലാതെ കൃത്യമായി ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നിന്ന്, റസൂലുള്ളാഹിയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നതാണ് ദീൻ എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം ബാധ ഒഴിപ്പിക്കലും, ചെകുത്താൻ കൂക്കും, ജിന്നുകൂടലും, ഇങ്ങനെ ബാധകളും പ്രേതവും ഒരുപാട് ഭയപ്പെട്ടുകൊണ്ട് കൂടോത്രത്തിനെയും മറ്റൊരുപാട് ഭയപ്പാടുകളുമായി ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ്. ചെകുത്താൻ കൂക്കി കേട്ടിരുന്നു പ്രായമായ സ്ത്രീകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ. ഇങ്ങനെ ആ
ബാധ ഒഴിപ്പിക്കാൻ കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ ബാധ പഴയ കാലത്ത് ബാധ ഒഴിപ്പിക്കുന്ന ആളുകളിൽ നിന്നുള്ള അവർ മന്ത്രിച്ചിരുന്ന ചില മന്ത്രങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. 10 ഖുറാനുള്ള കുട്ടിച്ചാത്തന്മാരും കരിങ്കുട്ടിയും തീക്കുട്ടിയും പോക്കുട്ടിയും ഭദ്രകാളിയും ചുടലഭദ്രകാളിയും കാളിയും കൂളിയും കരിമ്പൂതവും നീർഭൂതവും ബ്രഹ്മരക്ഷസും എതിരുകളും എല്ലാം ഈ തടിയിൽ മുടി മുതൽ ഉള്ളങ്കാലടി വരെയുള്ള ഏതൊരു സന്തുക്കളിൽ നിന്നും നാടിയും ഞരമ്പും ചോരയും എല്ലാം വിട്ടിറങ്ങി പന്തീരായിരം കാലം വഴി ദൂരം പോവുക എം സയ്യിദ് മുഹമ്മദിനാണ് എന്ന് പറഞ്ഞ് മന്ത്രിച്ചിരുന്ന മന്ത്രമൊക്കെ പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സമൂഹത്തിൽ നിന്ന്. ഇത്തരത്തിലുള്ള കുറെ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന സമൂഹമായിരുന്നു കേരളീയ സമൂഹം. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ പണ്ഡിത സമൂഹം ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. സ്ത്രീകൾ കയ്യെഴുത്ത് പഠിക്കൽ ശറഇൽ മക്റൂഹാണ് എന്ന് അവർ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. പുരുഷന്മാർക്ക് സേവനം ചെയ്തുകൊണ്ട് വീട്ടിന്റെ ഉള്ളറകളിൽ കഴിഞ്ഞുകൂടുക, വിദ്യ അഭ്യസിക്കാൻ പോലും അവർക്ക് അർഹതയില്ല എന്ന് കേരളീയ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു. പിന്നീട് കേരളീയ സമൂഹത്തിൽ ഒരു വിഭാഗം ഈ സ്ഥാനാർത്ഥികളൊക്കെ സ്ത്രീ സംവരണം വന്നപ്പോ അവിടങ്ങളിലൊക്കെ മത്സരിക്കാനും രംഗത്തിറങ്ങാനും നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾ മാത്രമേ ഉള്ളൂ, അവരാണ് മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കിയ ഇവര് പിന്നീട് സ്ത്രീ വിദ്യാഭ്യാസത്തിൽ രംഗത്തേക്ക് വരേണ്ടി വന്നു. ഇങ്ങനെ സമൂഹത്തിൽ ഏതൊക്കെ രംഗങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ, എന്തൊക്കെ നവോത്ഥാനങ്ങളുണ്ടോ, അതൊക്കെയും കേരള മുസ്ലിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായതാണ്. അപ്പൊ നമ്മള് ഈ കേരളീയ മുസ്ലിങ്ങൾ കുറെ കാലം പിന്നിടുമ്പോ കേരളത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത് തൗഹീദിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. 1922 ഐക്യ സംഘം എന്ന പേരിലാണ് കേരളത്തിൽ ആദ്യമായ ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അതിനുശേഷം 1924 കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു സംഘടന ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ പാരമ്പര്യ സമൂഹത്തെ അവരെ തള്ളി പറഞ്ഞുകൊണ്ട് കുറെ പുത്തൻ ആശയങ്ങളുമായിട്ട് കുറെ പണ്ഡിതന്മാര് അവരുടെ ബുദ്ധിക്കനുസരിച്ച് മതത്തെ രൂപപ്പെടുത്തി, വിശ്വാസത്തെ രൂപപ്പെടുത്തി ഒരു പ്രസ്ഥാനമായി രൂപപ്പെടണമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല കേരളത്തിൽ 1924 KJU എന്നൊരു പണ്ഡിത സംഘടന ഉണ്ടാവുന്നത്. പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഒരു സംഘടന ഉണ്ടായി കേരളത്തിൽ. ഇപ്പൊ ഇന്ന് കേരളത്തില് പിന്നെ സമസ്തയുണ്ട്, മുജാഹിദ് ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ഇത്തരം ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. എങ്ങനെ ആദ്യത്തെ ഒരു പ്രസ്ഥാനം വന്നു? അപ്പൊ കുറെ പണ്ഡിതന്മാർക്ക് തോന്നുകയാണ് ഇവിടുത്തെ വിശ്വാസാചാരങ്ങളൊന്നും ശരിയില്ല, അതുകൊണ്ട് അവർക്ക് അവരുടെ ബുദ്ധിയിൽ ഉദിച്ച കുറെ വിശ്വാസങ്ങളും ആചാരങ്ങളും മതമാക്കിക്കൊണ്ട് ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തി. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഞാൻ പറഞ്ഞു കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ വിശദീകരിച്ചു. അവർക്ക് കുറെ മാലകളും മൗലൂദുകളും റാത്തീബുകളുമായിട്ട് നടന്നിരുന്ന ഒരു സമൂഹം. ആ ഒരു സമൂഹത്തെ നമ്മുടെ നാട്ടിൽ കാണുന്നതല്ല യഥാർത്ഥ പ്രമാണങ്ങളിലുള്ള ഇസ്ലാം എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാര് അവരൊത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പൊ നമുക്ക് കേരളത്തിലെ പണ്ഡിത സംഘടനയുടെ ആദ്യത്തെ നേതാക്കന്മാരുണ്ടല്ലോ, KJU എന്ന് പറഞ്ഞ പണ്ഡിത സംഘടനയുടെ ആദ്യകാലത്തെ നേതാക്കന്മാരൊക്കെ ഇവിടെ പള്ളികളിൽ നടത്തുന്ന, പള്ളി കേന്ദ്രീകരിച്ച് നടത്തുന്ന ദർസിൽ വിദ്യാർത്ഥികളായിരുന്ന, ദർസിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും ഉസ്താദുമാരുമാണ് ഏറ്റവും ആദ്യം ഇത്തരം ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. കാരണം ഇവിടെ സമൂഹത്തിൽ ദർസിൽ പഠിച്ചിരുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആദർശ പ്രസ്ഥാനത്തിന് രൂപം നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിൽ കാണുന്നതല്ല സമൂഹത്തിൽ ദീനായി നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ വേറിട്ടെന്ന് പ്രവർത്തിക്കാൻ. അപ്പൊ സമൂഹത്തിൽ കാണുന്നത് നേരത്തെ ഞാൻ വിശദീകരിച്ച ഷിയാക്കൾ അവരാണ്. ഈ ഷിയാ വിശ്വാസക്കാരാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം സമൂഹത്തിൽ ഉണ്ടാക്കിയത്. 3 നൂറ്റാണ്ടിന് ശേഷം ഈജിപ്ത് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഖിലാഫത്ത് നടത്തിയിരുന്ന ഷിയാക്കളിലെ ഫാത്തിമിയാക്കളാണ് ആദ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന എന്ന ഒരു വിദേഹത്ത് സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മഹാന്മാരുടെ മക്ബറകൾ കെട്ടിപ്പടുത്തുകൊണ്ട് അവിടെ പ്രത്യേകമായി ഉറൂസുകളും ഉത്സവങ്ങളും ആചാരങ്ങളും നടത്തുക എന്ന പരിപാടിയും ഈ ഫാത്തിമിയാക്കളാണ് സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്
ചിന്തയാണ് കേരളീയ സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുന്നത്. പകരം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ സമൂഹം നിലനിൽക്കേണ്ടത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ദീന് നിലനിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാരാണ് 1924 KJU എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും സമൂഹത്തെ തിരിച്ചു വിളിക്കുന്ന ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അങ്ങനെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയ അതേ രൂപത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ച ആദർശത്തിലേക്ക് സമൂഹത്തെ തിരിച്ചു വിളിച്ചപ്പോ പരമ്പരാഗതമായി നിലനിൽക്കുന്ന വിശ്വാസാചാരങ്ങൾ, അത് ഞങ്ങൾ വാപ്പപ്പാപ്പന്മാരുടെ കാലം മുതൽ, കാരണവന്മാരുടെ കാലം മുതൽ നൂറ്റാണ്ടുകളായി വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്, അതുകൊണ്ട് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അതിൽ നിന്ന് 1926-24 KJ ഉണ്ടാക്കിയപ്പോ അതിൽ നിന്ന് ആ വിശ്വാസാചാരങ്ങളിൽ ഞങ്ങൾ പാരമ്പര്യമായി നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാവുന്നത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ സമൂഹത്തിന് പഠിപ്പിച്ചോ അത് ലോകത്ത് നിലനിൽക്കണം, അത് ലോകാവസാനം വരെ നിലനിർത്തുമെന്ന് അള്ളാഹു നമ്മോട് വാഗ്ദാനം നൽകിയതാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ചതാണ്, വമാ ആതാകുമുർ റസൂലു ഫഖുദു, റസൂൽ എന്തൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, ആ റസൂലുള്ള എന്തൊക്കെ നിങ്ങളോട് വിരോധിച്ചോ അതിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പം അറബി മലയാളത്തിൽ എഴുതിയ മൊഹീദ്ദീൻ മാല റസൂലുള്ളാഹിക്ക് പരിചയമല്ല, അത് നിങ്ങളോട് ആരും പരിചയപ്പെടുത്തേണ്ടില്ല, പറയണ്ടല്ലോ, നിങ്ങൾക്ക് ആരും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തേണ്ടില്ലല്ലോ. മൊഹീദ്ദീൻ മാല അറബി മലയാളത്തിലാണ്, അത് അള്ളാഹിന്റെ റസൂലിന് പരിചയമില്ലാത്തതാണ്, സഹാബത്തിന് പരിചയമില്ലാത്ത. മഞ്ഞക്കുളം മാല അറബി മലയാളത്തിലാണ്. ഇവിടെ ഭാഷ എന്ന് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, ആര്യൻ ഭാഷ പഠിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് പകരം ഉണ്ടാക്കിയ ഭാഷയാണ് അറബി മലയാളം ഭാഷ. ആ അറബി മലയാളം ഭാഷയിലാണ് മഞ്ഞക്കുളം മാലുള്ളത്, നഫീസത്ത് മാലുള്ളത്, അതുപോലെ തന്നെ മൊഹീദ്ദീൻ മാലുള്ളത്, ഇഫായി മാലുള്ളത്. ഇതൊക്കെ അറബി മലയാളം റസൂലുള്ളാഹിക്കും സഹാബത്തിനും അറിയില്ല, നമുക്കാർക്കും പറഞ്ഞു തരേണ്ടതില്ലല്ലോ, ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ. അപ്പൊ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഒരല്പം ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാകും. അള്ളാഹ് നമ്മോട് കൽപ്പിക്കുക, വമാ ആതാകുമുർ റസൂലു ഫഖുദു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, അള്ളാഹിന്റെ റസൂൽ നിങ്ങളോട് എന്ത് വിരോധിച്ചോ അത് നിങ്ങൾ വിട്ടു നിൽക്കണം. അപ്പൊ ഈ മഞ്ഞക്കുളം മാലയും നഫീസത്ത് മാലയും മൊഹീദ്ദീൻ മാലയും അതുപോലെ തന്നെ ഹദ്ദാദും റാത്തീബും, ഇതൊന്നും ഹദ്ദാദിലൊക്കെ ഈ ഇശാ വെള്ളിയാഴ്ച ഇശാ മഗ്‌രിബിനിടയിൽ പള്ളിയിൽ ചെല്ലുന്ന ഹദ്ദാദ്, ആ ഹദ്ദാദിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുറെ ദിക്റുകളുണ്ട്. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ റസൂല് ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ച കുറെ ദിക്റുകളുണ്ട്. ആ ദിക്റുകൾക്ക് പുറമെ ഇവര് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടാക്കിയ ഈ നാരിയത്ത് സലാത്ത് പോലെയുള്ള പലതും ഇതിൽ കടത്തിക്കൂട്ടിക്കൊണ്ട് കുറെ വിദ്വത്തുകൾ കലർത്തിക്കൊണ്ടാണ് ഈ ഹദ്ദാദ് റാത്തീബൊക്കെ ഉള്ളത്. അതിലൊക്കെയും റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ വന്നിട്ടുള്ള കുറെ ദിക്റുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കേരളീയ മുസ്ലിം സമൂഹത്തില് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകന്നുകൊണ്ട് സമൂഹം കുറെ കാര്യങ്ങൾ പരമ്പരാഗതമായി ചെയ്തു പോരുന്ന വിശ്വാസ ആചാരങ്ങള്, അന്ധവിശ്വാസങ്ങള്, ഇതൊക്കെ വെച്ച് പുലർത്തിയപ്പം അതൊന്നുമല്ല, പ്രമാണങ്ങൾ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്, റസൂലും സഹാബത്തും ജീവിച്ച ഖുർആനും സുന്നത്തും അനുസരിച്ച അത് ആ റസൂലും സഹാബത്തിന്റെയും ആ മാതൃക അനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് സമൂഹത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് 1924 അത്തരം ഒരു KJU എന്നൊരു സംഘടന കേരളത്തിൽ രൂപം കൊടുക്കുന്നത്. അത് തന്നെയും വിശുദ്ധ ഖുർആനിന്റെ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, നന്മകളിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഒരു പണ്ഡിത സംഘടന രൂപപ്പെടുത്തി ഖുർആനിലേക്കും സുന്നത്തിലേക്കും സമൂഹത്തെ തിരിച്ചു വിളിക്കുക എന്നൊരു രീതിയാണ് കേരളീയ സമൂഹത്തിൽ വന്നിട്ടുള്ളത്. അതിനെ എതിർക്കുന്ന പണ്ഡിതന്മാര് എങ്ങനെയൊക്കെ ഖുർആനിന്റെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ച് പരമ്പരാഗതമായി റസൂലിനും സഹാബത്തിനും പരിചയമില്ലാത്ത വിശ്വാസ ആചാരങ്ങൾ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ ന്യായീകരിച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ മഹാന്മാരുടെ മക്ബറുകൾ കെട്ടിപ്പൊക്കി അവരോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് റസൂൽ
റസൂലുള്ളാഹിയുടെയും സഹാബത്തിന്റെയും മാതൃകയിലില്ല. റസൂലുള്ളാഹി ഒരു മുൻകഴിഞ്ഞ ഒരു പ്രവാചകന്റെയും ഖബർ കെട്ടിപ്പൊക്കുകയോ അവിടെ പ്രത്യേകം ആരാധന കർമ്മങ്ങൾ പഠിപ്പിക്കുകയോ അവിടെ പ്രാർത്ഥന നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ല, അത് ദീനിൽ പെട്ടതാണ്. ഖുർആനിൽ ആയത്തുണ്ട്. എന്താ ആയത്ത്? ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടവരെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ജീവിപ്പിച്ചു എന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തിട്ടപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് ഖുർആനിലുണ്ട്. അപ്പൊ മഹാന്മാർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് കഴിവ് കൊടുത്താൽ തേടിക്കൂടെ എന്ന ഈ മഹാന്മാർക്ക് അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ അള്ളാഹു അവരിലൂടെ പല മുഅ്ജിസത്തുകളും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ലോകത്തിന് പഠിപ്പിച്ചത് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പം നിങ്ങൾ ഈസാ നബിയോട് തേടണം എന്ന് പഠിപ്പിക്കേണ്ടത് ആരാണ്? മുഹമ്മദ് നബിയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് തേടണം എന്ന് പഠിപ്പിക്കേണ്ടത് ആരാണ്? മുഹമ്മദ് നബിയാണ്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ, ഈ മഹാന്മാരിലൂടെ ഈ മുഅ്ജിസത്തുകളും കഴിവുകളൊക്കെ അള്ളാഹു വെളിപ്പെടുത്തുന്നതിനാണെന്നറിയോ, ഇവരുടെ കഴിവ് ബോധ്യപ്പെടുത്താനല്ല, പകരം ഇവര് പ്രവാചകന്മാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ മുഅ്ജിസത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ മഹാന്മാരിലേക്ക് ക്ഷണിക്കാനും മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കാനും അല്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവരെ ജീവിപ്പിച്ച ഈസാ നബി അലൈഹി സ്വലാം, നിങ്ങൾ എന്നോടാണ് തേടേണ്ടത്, നിങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്നോട് തേടിക്കൊള്ളുക എന്ന് ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചിട്ടില്ല. മുഖത്ത് ഷർട്ട് യൂസുഫിന്റെ കുപ്പായം എന്റെ മുഖത്തിട്ടപ്പോ എന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് യൂസുഫിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ തേടിക്കൊള്ളുക എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ മഹാന്മാർക്ക് അള്ളാഹു മഹാന്മാരിലൂടെ മുഅ്ജിസത്തുകൾ വെളിപ്പെടുത്തിയത് അവരുടെ കഴിവുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, പകരം അവർ പ്രവാചകന്മാരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. ഇതാണ് കേരളത്തിലെ പണ്ഡിതന്മാര് സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ജന്മദിനം ആഘോഷിക്കുക എന്നതോ ആണ്ട് ആചരിക്കുക എന്നതോ ഒരു വ്യക്തിക്ക് അമിതമായ പ്രാധാന്യം നൽകുക എന്നതിലേക്ക് എത്തുകയും അത് വ്യക്തി പൂജയിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് നമ്മൾ സമൂഹത്തോട് പഠിപ്പിക്കുമ്പോൾ അവർ പകരം തിരിച്ചു ചോദിക്കുക, നബിന്റെ കാലത്ത് ഇല്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു, പക്ഷെ നിങ്ങൾ മദ്രസ നടത്തുന്നില്ലേ, നിങ്ങൾ ദർശ നടത്തുന്നില്ലേ എന്നൊക്കെ എന്നിട്ട് മദ്രസ പള്ളിക്ക് കമ്മിറ്റി ഉണ്ടാക്കുന്നില്ല, മദ്രസക്ക് കമ്മിറ്റി ഉണ്ടാക്കുന്നില്ലേ, വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നില്ല, പള്ളിക്ക് മിനാർ ഉണ്ടാക്കുന്നില്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇതുപോലത്തെ പള്ളി ഉണ്ടായിരുന്നോ, മിനാർ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാം. അതെന്താ? ദീനും ദുനിയാവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ദീനിലാണ് കൂട്ടിക്കടത്താൻ പാടില്ല എന്ന് പറഞ്ഞത്. ദുനിയാവ് പൂർത്തിയായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി അർഖമിന്റെ വീട്ടിൽ നിന്നും മദീന പള്ളിയിൽ നിന്നും ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊക്കെ ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീന് പഠിപ്പിക്കാമോ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. നോക്കൂ നിങ്ങൾ, ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈത്തപ്പനയുടെ ഓലകളിലും കല്ലുകളിലും ഒക്കെയാണ് എഴുതിയിരുന്നത്. ഇന്ന് നമ്മൾ ഡിജിറ്റലാണ്. മൊബൈൽ ഇങ്ങനെ നീക്കുമ്പോൾ ഖുർആൻ കാണാണ്. അവിടെ വിധേയത്ത ഖുർആനിൽ ഇല്ലാത്ത ഒരായത്ത് നമ്മൾ പുതുതായി ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഒരായത്ത് നമ്മൾ എടുത്തു മാറ്റിയാലോ നമ്മൾ ദീനിൽ മാറ്റം വരുത്തി. അതുപോലെ തന്നെ ഖുർആനിന് പുറമെ നമ്മൾ ഖുർആനിനെ പോലെ ആദരിക്കപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥം ഉണ്ടാക്കിയാൽ നമ്മൾ ദീനിൽ മാറ്റം വരുത്തി. അതേ സമയത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ള 114 അധ്യായങ്ങൾ അത് അവര് ഈത്തപ്പനയുടെ ഓലകളിൽ എഴുതിയിരുന്നു, കല്ലുകളിൽ എഴുതിയിരുന്നു. ഇന്നത്തെ ഭൗതിക സൗകര്യം ഉപയോഗപ്പെടുത്തി നമ്മൾ അത് ഡിജിറ്റലാക്കിയാൽ അള്ളാഹുവിന്റെ ദീനിൽ ഒന്നും ഒരു സുന്നത്തും പുതുതായി ഉണ്ടാകുന്നില്ല, ഒരു വിധേയത്തും പുതുതായി ഉണ്ടാകുന്നില്ല. അന്ന് ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം. അത്തരത്തിലുള്ള ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് മഹാന്മാരെ നല്ല വിധേയത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒന്നും ദീനിൽ ഒരു പുതിയ സുന്നത്ത് ഉണ്ടാവുന്നില്ല, ഒരു വിധേയത്ത് ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് ദീന് വേറെ ദുനിയാവ് വേറെ. ദുനിയാവിലെ സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം, എന്നാൽ ദീനിൽ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കാൻ പാടില്ല. അപ്പം ഇത്തരത്തിലുള്ള വിധേയത്തുകൾ ഇവർ കടത്തിക്കൂട്ടിയ ഖുർആനിന് പുറമെ മാലയും മൗലിദുകളും അതുപോലെ തന്നെ കുത്തുബിയത്തും അതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ദീനിൽ പലതും കടത്തിക്കൂട്ടിയതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബിദ്അത്തുകളൊക്കെ ദീനിൽപ്പെട്ടതാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും അള്ളാഹു നമ്മോട് കൽപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് വിരോധിച്ച് നിങ്ങൾ വിട്ടുനിൽക്കുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ആ വിഷയത്തിന്റെ ഗൗരവം
ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു, അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിനെ ഏതൊക്കെ വിധത്തിൽ ന്യായീകരണങ്ങൾ നടത്തി മാറ്റം വരുത്തിയാലും അതിനുള്ള ശിക്ഷ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചെത്തുമ്പോൾ അനുഭവിക്കേണ്ടി വരും എന്ന താക്കീത് കൂടിയാണ് ആ ആയത്ത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു യഥാർത്ഥ ദീന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായ അർത്ഥത്തിലാണ് ആരംഭിച്ചത്. ആരോരും സഹായിക്കാനില്ലാതെ അപരിചിതത്തിലാണ് ഇസ്ലാം ആരംഭിച്ചിട്ടുള്ളത്. അത് ആരംഭിച്ച അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. ആ സമയത്ത് അപരിചിതത്വം നേരിടുന്ന ആളുകൾക്ക് മംഗളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇസ്ലാം ആരോരും സഹായിക്കാനില്ലാതെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് തുടങ്ങി വെച്ച, എല്ലാവരാലും ഉപദ്രവിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തിരുന്ന ആ ആദർശ പ്രസ്ഥാനം ലോകം മുഴുവൻ വ്യാപിച്ചു. എന്നാൽ അത് വീണ്ടും പഴയ രൂപത്തിലേക്ക് മടങ്ങും. അപ്പോൾ ഞാനും എൻ്റെ അനുചരന്മാരും ഏതൊരു ദീന് അനുസരിച്ച് ജീവിച്ചോ ആ ദീനനുസരിച്ച് ജീവിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മംഗളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മംഗളം നേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാല്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഭൗതികമായ യാതൊരു താല്പര്യങ്ങളും ഇല്ലാതെ ഇന്നതാണ് ഖുർആനിലുള്ളത്, ഇന്നതാണ് ഹദീസിലുള്ളത്, ഇന്നതാണ് സഹാബത്തിന്റെ മാതൃകയിലുള്ളത്. അതുകൊണ്ട് റസൂലിന്റെയും സഹാബത്തിന്റെയും താബികളുടെയും തബഉ താബികളുടെയും മാതൃകയിൽ എന്തൊക്കെയുണ്ടോ അതാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ സ്ഥിതി നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ നാടുകളിലും അത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും അവർ ഒറ്റപ്പെടുത്തപ്പെടുന്നുണ്ട്. അവർക്ക് അംഗീകാരം നഷ്ടപ്പെടുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസവും യോഗ്യതയുമുള്ള ആളുകൾ അർഹപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് തടയപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയാവാനും നേതാവാകാനും അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കാതെ പോകുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട് ഈ ആദർശം നമ്മൾ നിലനിർത്തുന്നുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ജീവിക്കുന്ന പ്രദേശത്താണെങ്കിൽ വളരെയധികം ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. ഇവിടെയൊക്കെ പിന്നെ ഒരു വിഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാ സെറ്റപ്പും ഉള്ളത് കൊണ്ട്, പള്ളിയും മദ്രസയും എല്ലാ സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് അത്രത്തോളം അറിയില്ല. പക്ഷെ ഞാനൊക്കെ ജീവിക്കുന്ന നാട്ടില് ഒക്കെ വളരെയധികം ഒറ്റപ്പെടുത്തപ്പെടുകൾ, സലാം പറഞ്ഞാൽ മടക്കാത്തൊരവസ്ഥ, ഇങ്ങനെ എല്ലാം വളരെയധികം ഈ തൂബാലിൽ ഉറബാൽ, ആ അപരിചിതർക്ക് മംഗളം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചാല്, നമ്മൾ ഈ ആദർശ പ്രസ്ഥാനത്തിൽ നിലനിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരും. ഭൗതികമായ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ റസൂലുള്ള പഠിപ്പിച്ച ആ അധ്യായം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, മൻ അഹബ്ബ ദുനിയാഹു അളറഹു ബി ആഖിറതി, ഒരാൾ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ അവന്റെ ആഖിറം അവന് നഷ്ടപ്പെടും. മമൻ അഹബ്ബ ആഖിറതഹു, ഒരാൾ ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടാൽ അളറ ബി ദുനിയാഹു, അവന്റെ ദുനിയാവിൽ അവന് പല പ്രയാസങ്ങളും ഉണ്ടാവും. അത് നമ്മൾ ഓർക്കണം. അത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ. ദുനിയാവിനെ സ്നേഹിച്ചാൽ നമുക്ക് എന്താ, ഇപ്പൊ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ആദർശം തൗഹീദാണ് ശരി, സുന്നത്തനുസരിച്ച് ജീവിക്കണം എന്നതാണ് ശരി എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും ഇതിലേക്ക് ഈ ആദർശ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നാൽ ഒറ്റപ്പെടുത്തപ്പെടും, സമൂഹത്തിൽ അംഗീകാരം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് അത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കണം. എന്നിട്ട് എല്ലാത്തിന്റെയും ഒപ്പം കൂടികളായിട്ട് അങ്ങനെ ഒഴുകി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. മൻ അഹബ്ബ ദുനിയാഹു, ഒരാൾ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ അളറ ബി ആഖിറതി, അവന്റെ ആഖിറം അവന് നഷ്ടമാകും. വമൻ അഹബ്ബ ആഖിറതഹു, ഒരാൾ ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടാൽ അളറ ബി ദുനിയാഹു, ദുനിയാവിൽ അവന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. അപ്പൊ സമൂഹത്തിൽ അംഗീകാരം വേണമെന്നില്ല, സ്ഥാനമാനങ്ങൾ വേണമെന്നില്ല, ഒറ്റപ്പെടുത്തപ്പെട്ടേക്കാം. എല്ലാം സഹിച്ചുകൊണ്ട് തൗഹീദ് മനസ്സിലാക്കിയ സത്യമനുസരിച്ച്
നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. 100 വർഷത്തോളമായി കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം നിലകൊള്ളുന്നത് ഇത്തരത്തിലുള്ള ഒറ്റപ്പെടലുകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ടാണ്. ഇനിയും കൂടുതൽ ഈ ആദർശത്തെ മനസ്സിലാക്കണമെന്ന് ഉള്ള ആളുകൾക്ക് ഈ വരുന്ന ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികമുണ്ട്. അതിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ കൃത്യമായി നമ്മുടെ പരലോകത്തിന്റെ കാര്യമാണ് എന്ന ബോധത്തോടുകൂടി ആദർശം കൃത്യമായി മനസ്സിലാക്കി തൗഹീദിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളായി നമ്മൾ തീരേണ്ടതുണ്ടെങ്കിൽ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു യഥാർത്ഥ ദീനിനെ മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവശക്തനായ നാഥൻ എനിക്കും നിങ്ങൾക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. ദീനിന്റെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും ഏറ്റവും ശരിയായ സത്യം മനസ്സിലാക്കി അത് പിന്തുടരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ദീനനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണ നാഥ. ദുനിയാവിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളെ നീക്കിത്തരുന്ന റഹ്മാനെ. രോഗം കൊണ്ടും മറ്റ് സാമ്പത്തികമായ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകളുടെ നാഥ, എല്ലാ പരീക്ഷണങ്ങളെയും നീക്കിത്തരുന്ന റഹ്മാനെ. രണ്ട് ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آله وصحبه وسلم.